ചില സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കൊടുത്തിരിക്കുന്നു, ചിലർക്ക് കൊടുത്തിട്ടില്ല എന്നൊരു ആരോപണം. ബജറ്റിലെ ഡയറക്റ്റ് അലോക്കേഷൻസിനോടൊപ്പം തന്നെ ആ ബജറ്റിലെ ബിറ്റ്വീൻ ദ ലൈൻസ് കൂടി നമ്മൾ വായിക്കേണ്ടിയിരിക്കുന്നു. അതിലെ വലിയ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പൊ എയിംസ് ആണ് എല്ലാവരും പറഞ്ഞ ഒരു കാര്യം. ഇത് എയിംസിന്റെ പ്രഖ്യാപനം അത് ബജറ്റിൽ തന്നെ പ്രഖ്യാപിക്കണമെന്നില്ല, അത് ഇടയ്ക്ക് പ്രഖ്യാപിക്കാം. കാരണം 365 ദിവസവും തീർച്ചയായിട്ടും കേരളത്തിന്റെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ അത് പരിഗണിക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ 11 വർഷത്തെ കാര്യമൊക്കെ പറഞ്ഞില്ല, 11ാമത്തെ വർഷമുള്ള ബജറ്റ്. 11ാമത്തെ വർഷവും ഇവിടെ ഒരു സർക്കാരിന്, NDA സർക്കാരും BJP സർക്കാരിന് ബജറ്റ് അവതരിപ്പിക്കാൻ സാധിച്ചുവെങ്കിൽ അതിന്റെ അർത്ഥം BJPയുടെ അല്ലെങ്കിൽ NDAയുടെ നയങ്ങളെ ഈ നാട്ടിലെ ഈ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളത്. അല്ല, അസ്വസ്ഥത ഒന്നും പ്രകടിപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതുപോലെ പറഞ്ഞതുപോലെ വിഴിഞ്ഞ കമ്മീഷൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. കമ്മീഷൻ ചെയ്തതിനു ശേഷം തീർച്ചയായിട്ടും വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കും. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വലിയ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റില് 1 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഏതാണ്ട് 4 രൂപയുടെ വികസനമാണ് നടക്കുന്നത്. 4 ഇരട്ടിയാണ്. അതൊരു വലിയ വികസന കുതിപ്പ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. കേരളം ഉൾപ്പെടെ ഞാൻ പറയുന്നത് അതിന്റെ മുഴുവൻ സാധ്യതകളെയും നമ്മൾ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യണം. അതുപോലെ മിനറൽസ് ധാരാളമുള്ള ഒരു സ്റ്റേറ്റ് ആണ്, പക്ഷെ അതേക്കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എന്താണ് കേരളത്തിന്റെ സർക്കാർ ചെയ്യേണ്ടത്? ബജറ്റിൽ അങ്ങനെ ഒരു പരാമർശം വന്നിട്ടുണ്ടെങ്കിൽ ഈ സാധ്യതകളെ കുറിച്ചൊക്കെ പഠിച്ച് ഒരു പ്രപ്പോസൽ കൊടുക്കണം. അത് ധനമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും മുൻപിൽ. അല്ലാതെ ധനമന്ത്രിയും പ്രധാനമന്ത്രിയും ഇടയ്ക്കിടയ്ക്ക് പോയി ഞങ്ങൾക്ക് കടം തരണം എന്നല്ല കേരള സർക്കാർ, ഈ സംസ്ഥാന സർക്കാർ പറയേണ്ടത്. സംസ്ഥാന സർക്കാർ ആദ്യം നിങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുക തന്നെ ചെയ്യണം. അതാണ് ആ കാര്യത്തിൽ എനിക്ക് പറയുന്നത്. ടൂറിസത്തെ കുറിച്ച് പറയുമ്പോൾ പിൽഗ്രിം ടൂറിസം വലിയ സാധ്യതയാണ് കേരളത്തിനുള്ളത്. ഇന്ത്യ ഒട്ടാകെയും കേരളത്തിന് പ്രത്യേകിച്ചും ഈ പിൽഗ്രിം ടൂറിസത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള സജഷൻ, നമ്മൾ സാധാരണ വലിയ വലിയ ക്ഷേത്രങ്ങൾ മാത്രമല്ല, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പിൽഗ്രിം ടൂറിസത്തിന് പറ്റിയിട്ടുള്ള നിരവധി ക്ഷേത്രങ്ങളും പള്ളികളും ആരാധനാലയങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ ആ പിൽഗ്രിം ടൂറിസത്തെയും ഫാം ടൂറിസത്തെയും അല്ലെങ്കിൽ വില്ലേജ് ടൂറിസത്തെ കൂടി നമുക്ക് ക്ലബ്ബ് ചെയ്യാം. അത് നമ്മുടെ കൃഷി, കാർഷികോൽപ്പന്നങ്ങളുടെ MSME സെക്ടർ ഉൾപ്പെടെ തന്നെ ബൂസ്റ്റ് കൊടുക്കുവാൻ സാധിക്കും. ഇപ്പൊ ഹോട്ടൽ റൂംസിന്റെ ഇൻഅവൈലബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു. അതായത് ടൂറിസം എന്ന് പറയുന്നത് അത് നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക്, ഉൾഗ്രാമങ്ങളിലേക്ക് തന്നെ വളരണം. അവിടെയൊക്കെ അക്കോമഡേഷൻ പറ്റില്ല. ഈ ടൂറിസ്റ്റുകൾക്ക് നമ്മുടെ നാടിന്റെ ആ തനിമ, ആ സുഗന്ധം എല്ലാം അനുഭവിച്ചുകൊണ്ട് അവർക്ക് അവിടെ താമസിക്കാനുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടായി വരണം. നഗരങ്ങളിൽ മാത്രം വലിയ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടൽസ് അല്ലെങ്കിൽ റിസോർട്ട്സ് മാത്രം വന്നാൽ പോലും എനിക്ക് തോന്നുന്നു പുറത്തു നിന്നൊക്കെ വരുന്ന ടൂറിസ്റ്റുകൾ ആഗ്രഹിക്കുന്നത് ഈ നാടിന്റെ തനിമ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന റൂമിന്റെ ഇൻഅവൈലബിലിറ്റി പറഞ്ഞത്. നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ നാഷണൽ സിറ്റുവേഷനേക്കാളും കേരളത്തിലെ ടൂറിസത്തിൻ്റെ സിറ്റുവേഷൻ വളരെ ഫാർ ബെറ്ററാണ്. കാര്യം നമുക്ക് ഒരു 5000 മുതൽ 10000 വരെ ഹോം സ്റ്റേസ് ഉണ്ട് കേരളത്തിൽ. 2, 3, 4 റൂംസ് ഉള്ളത്. അത് മുഴുവൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 90% നിൽക്കുന്നത് റൂറൽ മേഖലയിലാണ്. അപ്പോൾ നമ്മുടെ റൂറൽ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ഗവൺമെൻറ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള മേഖലയാണ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതിനുവേണ്ടി നല്ല സബ്സ്റ്റാൻഷ്യൽ അലോക്കേഷനുണ്ട്. പക്ഷേ ഇപ്പോൾ റെസ്പോൺസിബിൾ ടൂറിസം ഇനിഷ്യേറ്റീവ് കേരള ഗവൺമെൻറ് വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ബേസിസിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോക്കൽ ആൾക്കാരെ, ലോക്കൽ ഓൺടർപ്രണേഴ്സിനെ, ലോക്കൽ സാധാരണക്കാരെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടാണ് അവരുടെ വെജിറ്റബിൾസും അവരുടെ ഫാമിൽ നിന്നുള്ള സാധനങ്ങൾ മേടിച്ച് അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ആ സ്കീം കൊണ്ടുവന്നത്. അപ്പോൾ കേരള ഗവൺമെന്റ് വരെ കൊണ്ടുവന്നു, പക്ഷെ എവിടെയും കാണാനില്ല കേട്ടോ. അല്ല പലതും കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ ഒന്നും കാണാനില്ല. ആരംഭശൂരത്വം മാത്രമായിട്ട് ചില പ്രോജക്ട്സ് സെറ്റ് ബാക്ക് ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. അത് ചില പ്രോജക്ട്സ് പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യാത്തതുകൊണ്ടുള്ള സെറ്റ് ബാക്സ് ഉണ്ട്. പക്ഷേ ഓവറോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫാർ ബെറ്റർ ആണ്. അതുപോലെ തന്നെ ടാപ്പ് ചെയ്യേണ്ട മറ്റൊന്നാണ് വാട്ടർ ടൂറിസം നമ്മൾ ടാപ്പ് ചെയ്തിട്ടില്ല. യു ടാപ്പ് ദ അൺടാപ്ഡ് സെക്ടർ. വാട്ടർ ടൂറിസം നമുക്ക് ഈ നമ്മുടെ ബീച്ചുകൾ കുറച്ച് ആളുകൾ വന്ന് അവിടെ ചുമ്മാ ഇരുന്നിട്ട് പോവുക മാത്രമല്ല, വാട്ടർ ടൂറിസം നമ്മൾ അത് പ്രൊമോട്ട് ചെയ്യണം. നമ്മുടെ കായലുകൾ ഉൾപ്പെടെ, നമ്മുടെ ഉൾനാടൻ ജലഗതാഗത മാർഗങ്ങൾ ഉൾപ്പെടെ പ്രൊമോട്ട് ചെയ്യണം. അതുപോലെ ഇതിനൊരു കേരളത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു വേൾഡ് ഒരു വെഡിങ്സിന്റെ ഒരു ഹബ്ബാക്കി മാറ്റുവാൻ, ഒരു വെഡിങ് ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് നടക്കണം. അതുപോലെ ഈ തീരദേശങ്ങളെ ടൂറിസം വില്ലേജുകളാക്കണം.
അല്ല ഈ വെഡിങ് ടൂറിസം വില്ലേജുകളാക്കി അല്ല വെഡിങ് ടൂറിസം ഗവൺമെന്റ് ഒരു പ്രോജക്റ്റായിട്ട് കൊണ്ടുവന്നതാണ്. വെഡിങ് ടൂറിസം ഗവൺമെന്റ് ഒരു പ്രോജക്റ്റായിട്ട് കൊണ്ടുവന്ന് അനൗൺസ് ചെയ്ത് കുറേ സ്ഥലങ്ങളിൽ സ്മോൾ വെഡിങ്സ് അല്ലാതെ വെഡിങ്സ് നടക്കുന്നുണ്ട്. പക്ഷേ അതിന് ആ വെഡിങ് ടൂറിസത്തിന് വലിയ സ്കോപ്പാണ്. അതുപോലെ തന്നെയാണ് മെഡിക്കൽ ടൂറിസം. ഇപ്പോൾ ആയുർവേദ ടൂറിസം നന്നായി നടക്കുന്നുണ്ട്. മെഡിക്കൽ ടൂറിസത്തിന് ഭയങ്കരമായ സ്കോപ്പാണ് കേരളത്തിലുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ NABH അക്രഡിറ്റഡ് ഉള്ള ഹോസ്പിറ്റൽസ് ഉള്ളത് കേരളത്തിലാണ്.